ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഗാർഡൻ ഒന്ന് സെറ്റാക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ടുള്ള പണിയാണ്. നല്ല ശരീരക്ഷീണമുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഷീറ്റെല്ലാം ഞങ്ങൾ മാറ്റിയായിരുന്നു. പക്ഷേ ഷീറ്റ് ഇട്ടത് കൊണ്ട് ഒരു ഉപയോഗമുള്ളത് നമുക്ക് ഒരു പായലോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കണ്ട തറയെല്ലാം കിടക്കുന്ന കണ്ട പായലേ ഇല്ലായിരുന്നു. തറ മൊത്തവും 2 ഷീറ്റാണ് ഇട്ടിരുന്നത്. പക്ഷേ ഫുൾ കവർ ചെയ്തിട്ടിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. ഞാൻ 3 സൈഡിൽ ഇതില്ലായിരുന്നു. ഇവിടെയൊക്കെ കണ്ട പായൽ നല്ലവണ്ണം കഴുകിയൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സൈഡിൽ നമ്മൾ നടക്കുന്ന ഈ 3 സൈഡിൽ ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങ് അപ്പുറം സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 സൈഡിൽ ഞങ്ങൾ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഫുൾ കവർ ചെയ്തിട്ടിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ അകത്തേക്ക് വെള്ളം കയറത്തില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് തന്നെ ഇഷ്ടം പോലെ ഇതുണ്ടായിരുന്നു, എന്താണ് ചെളിയും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ടബ് വെച്ചിട്ട് അതിനുള്ള പായലും എല്ലാം നമ്മൾ കയറാനായിട്ട് ഇടം ഇല്ലാത്തത് കാരണം നമ്മൾ ആ സൈഡിൽ തന്നെ ചിലപ്പോൾ വയ്ക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അല്ലെങ്കിൽ ടബ് ചരിക്കുന്ന ടൈമിലെല്ലാം ഇഷ്ടം പോലെ ചെളിയും അതും ഇതുമൊക്കെ ആകുമായിരുന്നു. അപ്പോൾ ഇന്നലെ തൊട്ട് ഉള്ള ഒരു ജോലിയായിരുന്നു എനിക്ക്. ഒരു സൈഡ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലായിരുന്നു, എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടും ഇതെല്ലാം നീ ഒതുക്ക്, വേണ്ടാത്തതെല്ലാം മാറ്റ്, പിടിക്കാത്തതെല്ലാം ഇത് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിന്. അങ്ങനെ ഞാൻ പിന്നെ എൻ്റേതായ ഒരു ഇതിൽ ഇന്നലെ അങ്ങ് തുടങ്ങി വെച്ചതെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് ആ വലിയ ടബിരിക്കുന്നില്ലേ, അവിടെ നിന്ന് ഞാൻ കുറേശ്ശെ അങ്ങോട്ട് നീക്കിയിട്ട് ഷീറ്റ് മറിച്ച് കൊണ്ടുവന്ന് ഒരു ഷീറ്റ് അങ്ങെടുത്ത് എല്ലാം ഇങ്ങനെ പറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് സൈഡിലോട്ട് പോകാനായിട്ട് സ്ഥലമില്ല. ഇനി ഒന്നേന്ന് സെറ്റ് ചെയ്യണം. ഇന്ന് കഴുകി എല്ലാം കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ് നല്ല ക്ഷീണത്തിൽ ഞങ്ങൾ കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പം വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം കണ്ടോ, ഈ ടബെന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ ഫുൾ വെള്ളവും കളഞ്ഞു. ഇതെന്തായാലും വൃത്തിയാക്കാനായിട്ട് പോകുന്നു. അപ്പം ഞാൻ ഈ ടബിലുള്ള വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഇതിപ്പം ഞാൻ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളം ഫുള്ളും പുതിയ വെള്ളമാണ്, ഫുള്ളും കളഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഇന്ന് രാവിലെയും ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പം ഫുൾ ചെളിയായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടബിലുള്ളതും കൂടെ മറിച്ച് ഞാൻ കളഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ കുറേ അഴുക്കൊക്കെ കുറേ അങ്ങ് പോയിട്ടുണ്ട്. എല്ലാം പോയോന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നല്ല വലിയ ഓസാണ്, വലുതാണ് കേട്ടോ ഓസ്. അപ്പോൾ നല്ല മോട്ടർ ഇടുന്ന സമയത്തിന് നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയ്ക്കും അങ്ങ് കഴുകി അത്രയും കളഞ്ഞു. കുറേ മണ്ണും ചെളിയും എല്ലാം പോയി. എന്നിട്ടാണ് കുറച്ച് വെള്ളത്തിൽ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അത് പിടിക്കുമോ ഇല്ലേ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ കൂടുതലായിട്ട് വെള്ളം നിറയ്ക്കുന്നുള്ളൂ. കൂടുതൽ നിറച്ചിട്ട് കാര്യമില്ലല്ലോ, പിടിക്കുന്നുണ്ടോ നോക്കിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പ്ലാന്റ് അതിനകത്ത് വയ്ക്കണമല്ലോ, വേറെ ഏതെങ്കിലും ട്യൂബർ നമുക്ക് അതിനകത്ത് വയ്ക്കണം. ഇപ്പം അങ്ങോട്ട് പോകാനായിട്ട് സ്പേസ് ഇല്ല. അതാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. അതിന് ഒന്നേന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുത്താൽ 4 വശത്തേക്കും പോകാം. നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വരെയും ബുദ്ധിമുട്ടായിരിക്കും. അതിനിടയ്ക്ക് ഞങ്ങൾ ഒതുക്കി മാറ്റിയിരിക്കും. അപ്പോൾ ഇത്രയും ഇന്ന് 2 ദിവസത്തെ പരിപാടിയായിരുന്നു. ബാക്കി കുറേ ടബ് മാറ്റി കേട്ടോ. 10 കൂടുതൽ ടബിൽ ഉള്ള മണ്ണാണ് ഇത് മാറ്റിയത്. അവിടെ മൂലയിലും കുറേ ആ സൈഡിലും കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടബിലും കൂടെ ബക്കറ്റിലും വലുതാണിത്, അതിലും കൂടി നമ്മൾ മണ്ണെടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നുമില്ല അങ്ങനെ എടുക്കുമ്പോഴേ ഒന്നുമില്ല നമുക്കതിൽ. ഇതിൽ പിന്നെ ഒരു റെപ്പിയോണിയ ഏതോ ഒരു നല്ലൊരു വെറൈറ്റിയാണ് എൻ്റെ ട്യൂബർ എടുത്തിട്ട് അതും അങ്ങോട്ടേക്കുന്നു. അങ്ങനെയാണ്. ഇതിലൊക്കെ ഇനി ഐഡി പോലും അറിയില്ല. എല്ലാം ടബും കൂടെ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് ഐഡിയും കുറേ അങ്ങ് മാഞ്ഞു പോയി. ഇത് എനിക്കറിയാം, ഇത് ഏതോ പിങ്ക് മാരിഗോൾഡാണ്. അങ്ങനെ ഇത് ബുച്ചയാണ്. അപ്പോൾ ഇതൊക്കെ പിടിക്കുമെന്ന് തന്നെ അറിയില്ല. ഇത് കുറേ ഇതാണ് റെഡ് റൂട്ടാണ്, അത് വെള്ളം ഒഴിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിൽ അങ്ങനെ എല്ലാ ടബിലും കിടന്നതെല്ലാം കൂടെയൊക്കെ ഈ 2 എണ്ണത്തിലായിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കുറച്ച് വെള്ളത്തിൽ നമ്മളെല്ലാം നിർത്തിയിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്നേന്ന് നല്ലവണ്ണം സെറ്റ് ചെയ്യണം. ഇപ്പോൾ തറയൊക്കെ കണ്ടോ, കാരണം തറയൊക്കെ എന്ത് ഭംഗിയായിട്ട് കിടക്കുന്നു. പക്ഷേ ഷീറ്റിട്ടതുകൊണ്ട് ഇത്രയും നല്ല നീറ്റായിട്ട് കിടന്നു. ഫുൾ കവർ ചെയ്തിരുന്നെങ്കിൽ വെള്ളം അകത്തേക്ക് കാണത്തില്ലായിരുന്നു. ഫുൾ ഇടയിൽ കൂടെയൊക്കെ സൈഡിൽ കൂടെ വെള്ളം അകത്തേക്ക്
കയർ കെട്ടിയൊന്നും കിടന്നിട്ടില്ല, അങ്ങനെ ഒരു നനവിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു, നമ്മളങ്ങ് വിചാരിച്ചു ഷീറ്റൊക്കെ അങ്ങ് മാറ്റിയിട്ട് നല്ലവണ്ണം സെറ്റ് ചെയ്ത് ഇത്രയും സ്ഥലമെങ്കിലും ഫ്രീ ആയിട്ട് കിടക്കുമല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാന്റ് നമുക്ക് വയ്ക്കാമല്ലോ. എന്തായാലും ഇത്രയും കിട്ടത്തില്ല കേട്ടോ. ഇത് വച്ചിരുന്ന അത്രയും സ്ഥലം തന്നെ വരും. 10 ടബ് മാറ്റിയെങ്കിലും വച്ചിരുന്ന അത്രയും സ്ഥലം തന്നെ വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ഇത്രയും എങ്ങനെ വച്ചിരുന്നെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നില്ല. ഇത്രയും തന്നെയും അങ്ങ് അറ്റം വരെ പോകാതെ ആക്കിയിട്ടാണ് ഇത്രയും സ്ഥലം ഇതായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇനി നല്ലവണ്ണം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ വച്ചിരുന്ന അത്രയും സ്ഥലം വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ 10 ടബ് 10 10 പിന്നെ കുറേ ആമ്പലും ഞാൻ കുഞ്ഞ് ചട്ടിയിലുള്ളതൊക്കെ മാറ്റിയല്ലോ. ഇത് ഇത്രയും കൂടെ എവിടെ ഇരുന്നെന്ന് എനിക്കിപ്പോൾ ഭയങ്കര അതിശയമായിട്ടിരിക്കുകയാണ് കേട്ടോ. എവിടെയാണ് ഇത് ഇത്രയും ഇരുന്നതെന്ന്. ഇനി ഇതെല്ലാം കൂടെ വെച്ചാൽ ഇവിടെ ഇരിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലിനി ഏതാണോ പോകുന്നത് അതങ്ങ് ആ ടബങ്ങ് മാറ്റുക, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ പിടിക്കുമെന്ന് തന്നെ അറിയില്ല ഈ പ്ലാന്റെല്ലാം. അപ്പോൾ അത്രയ്ക്ക് നമ്മളങ്ങ് എല്ലാം കളഞ്ഞ് ഒച്ചെല്ലാം കുറേ പോയി. പക്ഷേ ഇനിയും ഒച്ചിൻ്റെതുണ്ട്. ഞാൻ ഒച്ചിൻ്റെ മരുന്നും വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒച്ചിൻ്റെതും നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുറേ വെള്ളമൊക്കെ കളഞ്ഞെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒച്ചും കുറേ പോയി കേട്ടോ, ഇഷ്ടം പോലെ പോയി. ഇനി എന്നിട്ടും ഉണ്ട്, അതിനകത്തുണ്ട്. എല്ലാം പോകത്തില്ലല്ലോ, എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുമല്ലോ. അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതെല്ലാം മറിച്ചെടുത്ത് കളയാനും. ഇത്രയും നല്ല ഇതായിരുന്നു. 2 ദിവസം കൊണ്ടൊരു വട്ട് പിടിച്ച ഒരു പണിയായിരുന്നു എനിക്ക്. ഇതിലൊക്കെ ഒച്ചുണ്ട്. അപ്പോൾ ഒച്ചിൻ്റെ മരുന്നുണ്ട്, അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഇരിക്കണം. ഒത്തിരി വെറൈറ്റി പോയി എന്ന് തന്നെ പറയാം. ഈ ടബെല്ലാം കഴുകി വെക്കേണ്ടി വരുമെന്ന് തന്നെ കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും ടെറസിൻ്റെ ഭാഗം വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ടബിനി മാറ്റി വെച്ചാലും പ്രശ്നമില്ല. എൻ്റെ ടെറസ് ഇച്ചിരി ക്ലിയറായി, അത്ര തന്നെ. അപ്പോൾ ഈ ഷെയ്ഡിലൊക്കെ ഇരിക്കുന്നത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്നാലും പോയി കേട്ടോ, കുറേ പ്ലാന്റ് അവിടെ എല്ലാം പോയി. പുതുതായിട്ട് വെച്ചിരുന്നതാണ്ട് പാരപ്പല്ലിൽ വെച്ചേക്കുന്നത് പുതുതായിട്ട് വെച്ചിരുന്നതിൽ വരെ ചീത്തയായി പോയി. എന്താണെന്നുള്ള അറിഞ്ഞുകൊണ്ട് ഇനി അതിലെല്ലാം വെള്ളം നിറയെ നിൽപ്പുണ്ട്. അതൊന്നും ഞാൻ ചെയ്യാൻ നിന്നില്ല. താഴ്ഭാഗം തന്നെയും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മളിതെല്ലാം റെഡിയായി വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും തന്നെയാണ്, എൻ്റെ ഗാർഡൻ വീഡിയോ. ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ടേ പറയുന്നത് എൻ്റെ ഗാർഡനിലുള്ള എല്ലാം പോയെന്ന്. ഇതാണ് അവസ്ഥ. ഇപ്പോൾ പോയി എന്ന് തന്നെ പറയാം. ഒരു ലീഫോ ഒന്നും ഇല്ലാതെ എല്ലാം, പക്ഷേ എല്ലാം നീറ്റാക്കി എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. എന്നുവെച്ചാൽ വെള്ളവും കൂടെ കളഞ്ഞിട്ട് ഞാൻ വച്ചിരിക്കുന്നത് കൊണ്ട് കുറേ അങ്ങ് ഇതായി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മാജിക് അല്ല, വേറൊരു മരുന്നും ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. മൊസൈക്ക് രോഗത്തിനുള്ളത് വേറെ, മാജിക് അല്ലാത്ത വേറെ ഒരെണ്ണം. ഇനി അത് വന്നിട്ട് അതും അടിക്കണം. ഒച്ചിൻ്റെതും വാങ്ങി വെച്ചിട്ടുണ്ട്, കൂത്താടിക്കുള്ളതും വാങ്ങി വെച്ചിട്ടുണ്ട്, എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റെഡി ആവുന്നതെന്ന് കുറച്ച് നോക്കിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത 2 ലീഫ് വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഭയങ്കരമായ ജോലി ചെയ്താണ് ഇത്രയും ഇതാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ 2-3 ദിവസമായിട്ട് വിരിഞ്ഞിട്ട് ഒരു വണ്ടിരിക്കുന്നുണ്ട്. ഈ വണ്ടാണ് ഇതെല്ലാം വന്ന് തിന്നുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ എടുത്തിട്ടങ്ങ് കൊല്ലും കേട്ടോ. ഒരുമാതിരത്തിൽ വണ്ടുണ്ടല്ലോ, ഇതല്ല. പാരപ്പറ്റി നിൽക്കുന്നതിലും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അതായത് നമ്മുടെ പുതിയ വെറൈറ്റിയാണ്, ക്യാമില ലവ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ വെറൈറ്റി ഈ പാരപ്പറ്റി ഇരിപ്പുണ്ട്. അതൊക്കെ അതിലുമൊക്കെ കറുപ്പൊക്കെ പിടിക്കുന്നുണ്ട്. അതിലൊക്കെ മരുന്നിന് ചേർത്ത് കൊടുക്കണം എല്ലാത്തിലും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ കുട്ടി ഗാർഡൻ ചെറിയൊരു ഗാർഡനാണ്. നമ്മുടെ വീടേ ചെറുതാണ്, അപ്പോൾ അതിനുള്ള ടെറസ് മാത്രമാണുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടി ഗാർഡനൊക്കെ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.